ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഹോം അഡ്രസ്സിലാണ് വന്നതല്ലേ ഫോളോക്ക്? എൻ്റെ ആർട്സിൻ്റെ നമ്പറാണ് അത്. കാരണം ഷായി എന്ന് പറയുന്നത് എന്തോ ആർട്സാണ്. അയാളുടെ അടുത്ത് സാധനം വന്നു, ഒരു ദിവസം അവിടെ വെച്ചു, പിറ്റേന്ന് തിരിച്ചയച്ചു. ആ ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്താൽ. അപ്പോൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറില്ല. പക്ഷേ ആ വരുന്ന ദിവസം കണ്ടില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോയി പോയി വാങ്ങാൻ പറയും. എന്നാലും ഒരു 10 ദിവസമൊക്കെ അവർ വെച്ചിരിക്കുമല്ലോ സാധാരണ പോസ്റ്റ് ഓഫീസിൽ. പിറ്റേ ദിവസവും തിരിച്ചയക്കില്ല. പോസ്റ്റ് ഓഫീസ് തന്നെയാണ് അതോ കൊറിയർ? ഒരാഴ്ച വരെ അയാൾക്ക് കയ്യിൽ വെക്കാമെന്ന് പറഞ്ഞു. അതായത് ഒരാഴ്ച അങ്ങനെ എന്തൊക്കെ കയ്യിൽ വെക്കാൻ പറ്റും. അയാൾ തന്നെ എന്നോട് പറഞ്ഞു. ഓക്കെ ഓക്കെ, അയാൾ തന്നെ ഒരാഴ്ച കൈ വയ്ക്കായിരുന്നു, എന്നിട്ട് ഞാൻ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൊള്ളാമല്ലോ ആൾ. ഗൂഗിൾ സെൻസിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡോളർ കിട്ടൂ. അതാണ് അയാൾ കാരണം നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുക. അതു വന്നല്ലോ, വെൽക്കം അതു. സ്വാഗതം ലൈവിലേക്ക്. ഒരുപാട് സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മുടെ ആദ്യക്കുട്ടി വന്നിരിക്കണു. രാജൻചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. വെൽക്കം അതു ലൈവിലേക്ക് സ്വാഗതം. ഹായ് യാദു വിളിക്കുന്നുണ്ട്. നമ്മുടെ KDR. ഹായ് യാദു വിളിക്കുന്നുണ്ട്. നമ്മുടെ KDR ആദു വിളിക്കുന്നുണ്ട്. സ്മിത ചേച്ചി എന്ന് വിളിച്ച് കുറേ സ്നേഹമൊക്കെ അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കലക്കൻ എത്തിയിരിക്കുന്നു. വെൽക്കം. 23ാമത്തെ ലൈക്കുമായിട്ട് നമ്മുടെ കലക്കൻ എത്തി. സ്വാഗതം കലക്കൻ. അമ്മച്ചി എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട്. അതും അമ്മച്ചി എന്ന് വിളിച്ച് നമ്മുടെ കലക്കൻ അമ്മച്ചിക്ക് സ്നേഹമൊക്കെ കൊടുക്കുവാണ്. അതും ഇനി ഒന്നുകൂടെ അപ്ലൈ ചെയ്യേ പെട്ടെന്ന്, എന്നിട്ട് അയാളോട് പറ ഇനി വരും കൊണ്ട് തന്നെങ്കിൽ പണി കളയും എന്ന്. അതെ, ഇനി ഒന്ന് വരട്ടിയാൽ തന്നെ അയാൾ തരുള്ളൂ എന്നാണ് തോന്നുന്നത് ഇങ്ങനെയാണെങ്കിൽ. പക്ഷെ ഇനി മനസ്സിലാവും കറക്റ്റായിട്ട്. അന്ന് അന്വേഷിക്കാത്തണ്ടോ എന്തുകൊണ്ടോ അയാൾക്ക് മനസ്സിലായില്ല. അതും അങ്ങനെ എന്തോന്ന് ചിന്തയിലാണ്. എന്താണ് ചിന്ത? അതോന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. അതോ പോസ്റ്റ്മാൻ എന്ന് പറയുകയാണ്. എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അതോ ഗൂഗിളിൽ അയച്ച കത്ത് സോളോയ്ക്ക് കൊടുക്കാതെ മടക്കി. അതാണ് വിഷയം. ഗൂഗിളിൽ നിന്ന് വന്ന കത്ത് സോളോയ്ക്ക് കിട്ടിയില്ല, പകരം പോസ്റ്റ്മാൻ അത് തിരിച്ചയച്ചു. അമ്മച്ചീന്ന് വിളിച്ച് വീണ്ടും ആ ദിവസം ഞാൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വരുമ്പോൾ അത് അന്വേഷിച്ച് അതിൽ ഏൽപ്പിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവർക്ക് കുറച്ച് സ്പീഡ് വരുള്ളൂ. മിക്കവാറും വന്ന് അന്വേഷിക്കാനൊന്നുമില്ല. ഇപ്പോൾ ലെറ്ററൊക്കെ പറഞ്ഞ കുറവല്ലേ. രജിസ്റ്റേർഡ് ആകുമ്പോൾ പിന്നെ കുറച്ച് അറിയാം, അതുകൊണ്ട് അങ്ങ് തിരിച്ചു വിടും. അതേ എന്ന് പറയുമ്പോൾ അതെ.